ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ പുതിയ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു ഡിവിഷൻ 1 ആണ് എയിം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുവരെയുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ വീഡിയോസായിട്ട് ഗെയിം പ്ലേ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് അപ്പോണൻ്റാണ് FCB എന്ന് പറയുന്നൊരു ബയണിൻ്റെ ടീം എടുത്താണ് പുള്ളി വന്നിരുന്നത്. ഞാൻ ഇതിന് മുമ്പൊരു മാച്ച് കളിച്ചായിരുന്നു, അത് റെക്കോർഡ് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ അത് 3-0 വിന്നായിരുന്നു. ഈ അപ്പോണൻ്റ് അത്യാവശ്യം നല്ല ടഫായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ഇതിൽ കഴിഞ്ഞ ഗെയിം ഫോർമേഷൻ സെറ്റ് ചെയ്യുന്നതിനകത്ത് പറഞ്ഞായിരുന്നു, ഇങ്ങനെ ഓരോരുത്തരെയും ഡിഫൻസ് സെറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. ഇതിനകത്ത് നെക്സ്റ്റ് ടൈം ഞാൻ ഡിഫൻസായിട്ട് ഇടുന്നത്, കാരണം ഡിസ്ട്രോയ് പ്ലേസിലുള്ള പ്ലേയേഴ്സ് എല്ലാം നല്ലപോലെ കയറി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഡിഫൻസിലിട്ടുള്ളത്. പിന്നെ ബെൻ വൈറ്റ് ഡിഫൻസ് ഇടും, വിങ്ങർ ആയതുകൊണ്ട് നല്ല ഡിഫൻസ് കിട്ടും. ഒഫൻസീവ് പ്ലെയർ ആയതുകൊണ്ട് കയറി പോവും. അതിനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഈ മാച്ചിനകത്ത് അധികം ഗോൾസൊന്നും കയറിയിട്ടൊന്നുമില്ല. ഷൂട്ട് ചെയ്യാനാണേലും ഒപ്പോണൻറ്റ് പ്ലെയർ കറക്റ്റായിട്ട് നമ്മളങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്ന ഈ ഒപ്പോണൻറ്റ് പ്ലെയർ കാണിച്ചു തരുന്നുണ്ട്. കാരണം നമ്മുടെ ഓരോ മൂവും കറക്റ്റായിട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്താണ് പുള്ളി പാസ് ചെയ്യുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമ്മൾ അടുത്ത ഏത് പ്ലെയറിനോട്ടാണ് ബോൾ കൊടുക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി കണ്ട് അവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് പുള്ളി. ഓട്ടോമാറ്റിക് സ്വിച്ച് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്, കാരണം പുള്ളി കറക്റ്റായിട്ടാണ് സ്വിച്ച് ചെയ്ത് തരുന്നത്. മിക്കവാറും സെമി ഓട്ടോമാറ്റിക് ആയിരിക്കും. എന്തായാലും നല്ല ടഫായിരുന്നു എനിക്ക്. ഡിവിഷൻ 5 ആയിരുന്നിട്ടും ഇങ്ങനെയുള്ള പോയിൻ്റ് കിട്ടി. ഇത് പുള്ളിയുടെ ഫസ്റ്റ് ഗോള് ലെവാൻഡോസ്കിയുടെ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ കളിക്കാൻ വേണ്ടി പുള്ളി എടുത്ത്. എൻ്റെ കയ്യിൽ ബോൾ കിട്ടുന്നേ ഇല്ല, കാരണം പുള്ളിയാണ് ഷൂട്ട് ചെയ്യുന്നത് മൊത്തം. ഞാൻ കഷ്ടപ്പെട്ടാണ് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ടൈം ബെക്കമൊക്കെ ഉണ്ടായിട്ടും ഭയങ്കര ഹാർഡായിരുന്നു പുള്ളി എടുത്ത് കളിക്കാൻ വേണ്ടി. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. വിങ്ങേഴ്സിൻ്റെ സ്പീഡിൻ്റെ കാര്യം പറഞ്ഞാൽ ഇതാ, ആ വിനീഷ്യസ് ഇടയിൽ കൂടെ കയറി പോകുന്നുണ്ടല്ലോ, അതുപോലെ കയറിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ പ്ലേസിലെന്ന് പറഞ്ഞാൽ ഞാൻ ക്രോസ് ചെയ്യത്തില്ല. ഞാൻ വിന്നറിനെ കൊണ്ട് സൈഡിൽ വന്ന് നിന്നിട്ട് കട്ട് ചെയ്ത് അകത്തോട്ട് കയറാറാണ് പതിവ്. ക്രോസ് ചെയ്യുന്നതൊക്കെ ഭയങ്കര റയറാണ്. എനിക്ക് ക്രോസ് ചെയ്യുന്ന സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ. ഞാൻ സ്റ്റണ്ണിങ് അധികം യൂസ് ചെയ്യാറില്ല. ചെയ്യാൻ അറിയാം, പക്ഷേ ഞാൻ സ്റ്റണ്ണിങ് ഷൂട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പാസ്സായി പോകുന്നതുകൊണ്ട് ഞാൻ അഡ്വാൻസ് കളിക്കുന്നുണ്ടുള്ള വിഷയം അത്. അതുകൊണ്ട് ഞാൻ കൂടുതലും സ്റ്റണ്ണിങ് അടിക്കാറില്ല. പിന്നെ ചില ടൈമിലൊക്കെ അടിക്കും ഞാൻ. എനിക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാം. പിന്നെ നമ്മൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വെപ്രാളം കയറുമ്പോഴത്തേനും ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഷൂട്ടൊക്കെ പാസ്സായി പോകാറുണ്ട്. അങ്ങനെ കുറേയൊക്കെ മിസ്സായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ ചെയ്യാറില്ല. ഇതിനകത്ത് ഞാൻ ഡേവിഡ് വിയ ഫുൾ ഫോമിലായതുകൊണ്ട് പുള്ളിയെ പിടിച്ചിറക്കിയായിരുന്നു. അത് വലിയൊരു അബദ്ധമായിപ്പോയെന്നാണ് പറയാൻ. കാരണം നിങ്ങൾക്ക് നോക്കാം, ഡേവിഡ് വിയ ഒന്നും ചെയ്യുന്നില്ല. ഡേവിഡ് വിയ എപ്പോഴും ഒപ്പോണൻറ്റ് ഡിഫൻസിൻ്റെ ബാക്കിലാണ് പുള്ളി നിൽക്കുക. പുള്ളി ഫുൾ ടൈം മാർക്ക്ഡാണ്, കട്ട് ചെയ്ത് കയറി പോകുന്ന ഒന്നുമില്ല പുള്ളി. അതുകൊണ്ട് എനിക്ക് അവിടെ ഒരു ഗോൾ പോസ്റ്ററിനെ മാറ്റി പുള്ളി ഇറക്കിയത് വലിയൊരു മണ്ടത്തരമല്ല. ഞാൻ ടീമിൽ വെക്കണമെന്ന് തന്നെ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. കാരണം പുള്ളി ഒരു പെർഫോമൻസ് എനിക്ക് തരുന്നില്ല. അതേസമയം ഫെർണാണ്ടോ ടോറസ് കൂടെയുള്ള ഗോൾ പോസ്റ്റർ വേണം പുള്ളിക്ക് ബോൾ സപ്ലൈ ചെയ്യാൻ, അല്ലെങ്കിൽ വിങ്ങേഴ്സ് ആണ്. വിനീഷ്യസ് അവിടെ ഒരു ബോൾ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഡേവിഡ് വിക്ക് കൊടുക്കുമ്പോഴത്തേന് ടോറസിന് എത്തുന്നില്ല. ഡേവിഡ് വിയിൽ ബോൾ കളക്ട് ചെയ്യുന്നതേ ഇല്ല. അതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു. ഞാൻ ഒറ്റ ഷോട്ട് അങ്ങോട്ട് ആകെ അടിച്ചിട്ടുള്ളൂ. അതിലും ഓൺ ടാർഗറ്റ് പോലും അല്ല ഷോട്ട്. ആകെ ഞാൻ ചെയ്തതാണ്. ഈ ഒപ്പോണൻറ്റും ആകെ ഈ ഒരു ഗോൾ മാത്രമേ അടിച്ചിട്ടുള്ളൂ. പുള്ളി ഇപ്പം തന്നെ 3 ഷോട്ട് 3 ഓൺ ടാർഗറ്റ് തന്നെ. പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയത് സെക്കൻഡ് ഹാഫിനാണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്കിനും എല്ലാം പോയി. പുള്ളി നല്ലപോലെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് മയം വന്നെങ്കിലും എനിക്ക് ഗോൾ അടിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അത്യാവശ്യം നല്ല ടഫായിട്ട് തന്നെ. പിന്നെ ഞാൻ മാക്സിമം നോക്കി, നമ്മളെപ്പോഴും കളി എക്സിറ്റ് അടിച്ച് പോകാതെ എത്ര ഗോളിന് പുറമേലാണേലും തിരിച്ചു വരാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയിൽ കളിക്കണം. അപ്പോൾ എനിക്കിവിടെ ഒരു ഫ്രീ കിക്ക് കിട്ടി. എൻ്റെ ടീമിൽ ഫ്രീ കിക്ക് അടിക്കാൻ പറ്റുന്ന ഒറ്റ പ്ലെയർ പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് അതിലും കുറച്ച് ബെറ്ററായിട്ട് തന്നെ ഡേവിഡ് വിയ, അതും പുറത്തേക്ക് പോയി. മെസ്സി വല്ലതായിരുന്നെങ്കിൽ ആ ഫ്രീ കിക്കിലും ഗോൾ ചെയ്ത് ടൈ ആക്കായിരുന്നു. അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഫസ്റ്റ് മാച്ച് തന്നെ ലോസാണ്. പിന്നെ ഞാൻ അതെന്തായാലും അപ്ലോഡ് ചെയ്യുക. ഞാൻ പറഞ്ഞായിരുന്നു, തോറ്റാലും ജയിച്ചാലും ഞാൻ ആ വീഡിയോസ് ഇടും.
കാരണം എന്തായാലും നിങ്ങൾക്ക് കാണാമല്ലോ, ഒപ്പോണൻ്റ് നല്ല വൃത്തി കളിക്കുന്നതുകൊണ്ട് പുള്ളിയുടെ പ്ലേ സ്റ്റൈൽ എന്തായാലും പഠിക്കാനൊക്കെ പറ്റും. പിന്നെ എനിക്ക് ടീമിലെ വിഷയമായിട്ട് ആകെ തോന്നിയത് ഡേവിഡ് വിയുടെ കാര്യം മാത്രമായിരുന്നു. പിന്നെ എൻ്റെ പ്ലേ സ്റ്റൈൽ ഇഷ്യൂസാണ്. ഫസ്റ്റ് മാച്ച് ഞാൻ രാവിലെ എണീച്ച് ആദ്യത്തെ മാച്ച് കളിക്കുക. അതിന് മുമ്പ് വേറൊന്നും കളിച്ചൊന്നുമില്ല, 7 അടുത്ത് പോലും കളിച്ചില്ല. സ്ട്രെയിറ്റ് വന്ന് ഡിവിഷൻ മാച്ചിലോട്ട് കയറുമായിരുന്നു. അതിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ കൊണ്ട് മാക്സിമം പറ്റുന്ന പോലെ കളിച്ച് നോക്കി, തോറ്റു. ഡിവിഷൻ 5 അല്ലേ ആയുള്ളൂ, അതുകൊണ്ട് ഇതൊന്നും ഇഷ്യൂസുള്ള കാര്യമല്ല. ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾ ബാക്കി ഗെയിം പ്ലേ കണ്ട് നോക്കാം. പിന്നെ എന്തെങ്കിലും വീഡിയോസിനകത്ത് ഞാൻ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ, സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എല്ലാവരും പറയണം. ഞാനൊരു പുതിയ ആളാണ്, എനിക്ക് അധികം വീഡിയോ ഒന്നും ചെയ്യാനൊന്നും അറിഞ്ഞൂടാ, ബിഗിനറാണ്, ന്യൂബി. അപ്പോൾ നിങ്ങളുടെ ഹെൽപ്പില്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. എനിക്ക് ഞാൻ കളിക്കുന്നതിൽ എന്തായാലും ഞാൻ അത്ര വലിയ പോയൊന്നുമല്ല. കഴിഞ്ഞ സീസൺ ഡിവിഷൻ 2 വരെ കയറിയായിരുന്നു. ഇത്തവണ ഡിവിഷൻ 1 കയറാൻ നോക്കുന്നുണ്ട്. പക്ഷേ അത്തവണ ഞാൻ നോക്കിയതിന് കഴിഞ്ഞ തവണ തന്നെ ഞാൻ ഡിവിഷൻ തീരുന്ന റീസെറ്റ് ആവുന്ന ലാസ്റ്റ് ഡേയിലാണ് ഡിവിഷൻ 2 റീച്ച് ചെയ്യുന്നത്. ഞാൻ കളിക്കുന്നില്ലായിരുന്നു അതിന് മുമ്പ് വരെ ഡിവിഷൻ മാച്ചസ്. ഞാൻ പിന്നെ ഇത്തവണ ലേറ്റായെന്ന് പറയാൻ, അതിൻ്റെ ഗെയിം പ്ലേ മെക്കാനിസം തന്നെ മൊത്തത്തിൽ മാറി അപ്ഡേറ്റ് കഴിഞ്ഞപ്പോഴത്തേന്. അപ്പോൾ ഞാൻ നേരത്തെ കളിച്ചുകൊണ്ടിരുന്ന പോലെ എനിക്കിപ്പോൾ കളിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മൈ ലീഗിനകത്ത് ടീം സെറ്റ് ചെയ്ത് കളിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴും മോശമാണ് കളി, എന്നാലും കുറച്ച് മെച്ചപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഡിവിഷൻ കളിക്കാൻ തുടങ്ങിയത്. പിന്നെ ബാക്കി ഇതിൽ കൂടെ തന്നെ പ്രോഗ്രസീവ് ആയിക്കോളുമല്ലോ എന്നുള്ളൊരിതിലാണ്. ഇതിൽ കാണാം നിങ്ങൾക്ക് എൻ്റെ ഡിഫൻഡേഴ്സ് സമയം നിൽക്കുന്നത്. ഫുള്ള് ടീം കണ്ടില്ലേ, ബേസ് പ്ലേയേഴ്സ് അത്യാവശ്യം. ബാക്കിയെല്ലാം ഫ്രീ കാർഡ്സും കാര്യങ്ങളൊക്കെ സ്റ്റിൽ നന്നായിട്ടാണ് കളിക്കുന്നതിനകത്ത്. പുള്ളിയുടെ പ്ലേ സ്റ്റൈൽ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അതുപോലെ ഡിഫെൻഡ് ചെയ്താണ് പഠിച്ചാൽ മാത്രമേ നമുക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് കാണാം 2 മാച്ച് കഴിഞ്ഞിട്ട് എനിക്ക് 3 പോയിൻ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒരു മാച്ച് ഞാൻ ഇതിന് മുമ്പ് കളിച്ചായിരുന്നു, അത് 3-0 വിന്നായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള മാച്ചസ് ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറൊക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ തന്നെ ഇടും. അത്യാവശ്യം കുറച്ച് കളിച്ചിട്ടുണ്ട്, അതെല്ലാം ഞാൻ ഇതിൻ്റെ പുറമായിട്ട് ബാക്കി അപ്ലോഡ് ചെയ്യാം. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോ കാണാം.